അതിൽ കയറാൻ പേടിയൊക്കെ അഞ്ചുക്ക് റെക്കോയിൽ കയറാൻ പേടിയ ഗൈസ്. എന്നാലും അഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പാർട്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അഞ്ജുവിൻ്റെ ആദർശിനെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല വേറെ കുറച്ച് ഫാമിലീസും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പാർട്ടി അവസാനിച്ചത് ഒരു ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ വൈകിട്ട് രാത്രി സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ വന്നിരുന്നത്. പക്ഷേ രാവിലെ ആയപ്പോൾ ഈ പ്ലാനൊക്കെ മാറി, എല്ലാവർക്കും നല്ല മൂഡ്. അപ്പം ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾ സൗത്ത് എൻഡ് സീ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ രണ്ട് കാറിലായിട്ടാണ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ സൗത്ത് എൻഡിൽ എത്തിയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇതുകൊണ്ട് ഈ ചർച്ച് നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ അവസാനം നമ്മളവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ പാർക്കിംഗ് തപ്പി നടക്കുകയാണ് കേട്ടോ. കുറേ ചുറ്റി കറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഓൾറെഡി ഒരു പാർക്കിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആ പാർക്കിങ്ങിൻ്റെ പേര് സീ പാർക്കിംഗ് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടി ഞങ്ങളവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പേ ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ സീ എൻഡ് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സീ സൈഡ് കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളീ പോകുന്ന വഴിക്ക് ഈ സൈഡ് ഫുള്ള് പബ്ബ് കഫേ അങ്ങനെ കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും, പിന്നെ റോജാപ്പിയുടെ ഒരു ഫ്രണ്ടും ആയിരുന്നു. മറ്റേ വണ്ടി ഉണ്ടായിരുന്നത് ജേക്കബ്, ടെസ്സിന്, അഞ്ജു, ആദർശ് അങ്ങനെയായിരുന്നു. അപ്പം ജേക്കബിൻ്റെയൊക്കെ വണ്ടി ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റോജാപ്പിയുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഒന്ന് കയറിയതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവർ നിൽക്കുന്നതാണ് കേട്ടോ. ഈ 4 പേരും നമ്മുടെ ഫ്രണ്ട്സാണ്. ഇവർ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ളത് ഒത്തിരി പേരുണ്ട്. പക്ഷെ കുറച്ച് പേര് ഇവിടെ മിസ്സിങ് ആണ് കേട്ടോ. അവർ അയർലൻഡിലും നാട്ടിലും അങ്ങനെയൊക്കെ ആയിട്ട് അവർ മിസ്സിങ് ആണ്, നമ്മുടെ ഈ വ്ലോഗിലില്ല. അങ്ങനെ നമ്മൾ ചെന്ന സമയത്ത് വെള്ളം ഒത്തിരി കയറി കിടക്കുമായിരുന്നു. അപ്പം അത് ടൈഡ് ആയിരുന്നു, ഹൈ ടൈഡ്. വെള്ളം ഇറങ്ങി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും ഇവിടെ എല്ലാം നടന്ന് കാണാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിവിടെ കയറി എല്ലായിടം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കണ്ടു വന്ന സമയത്താണ് ഇതെല്ലാം ഫുള്ള് റെസ്റ്റോറൻറ്റുകൾ, കഫേയൊക്കെയാണ്. ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, വെള്ളം ഇറങ്ങി വരണമെങ്കിൽ ഒരു 6:45 7 മണിയൊക്കെ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അഡ്വഞ്ചർ ഐലൻഡിൽ കയറി കുറച്ച് റൈഡ് കാര്യങ്ങളൊക്കെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ പിങ്ക് ഡ്രസ്സ് ഇട്ട ആളാണ് ടെസ്, ബ്ലൂ ഡ്രസ്സ് ഇട്ട ആളാണ് അഞ്ജു. അവളുടെ ബർത്ത്ഡേ പരിപാടിക്കായിരുന്നു നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ ജസ്റ്റ് ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ എൻട്രി ഒക്കെ ഫ്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ ചെന്നിട്ട് ഏതെങ്കിലും റൈഡിലൊക്കെ കയറാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് എനിക്ക് ഉച്ചയ്ക്കൊരു കാര്യം മനസ്സിലായത്. ഞങ്ങൾക്ക് 2 പേർക്കും പറ്റിയ പ്രത്യേകിച്ച് റൈഡുകൾ കാര്യങ്ങളില്ല കേട്ടോ അവിടെ. ഞങ്ങൾക്ക് അത്യാവശ്യം ഹൈറ്റൊക്കെ പേടിയായതുകൊണ്ട് തന്നെ വലിയ റൈഡുകളൊന്നും കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊച്ചു ഒരു വണ്ടർല തന്നെയാണ് കേട്ടോ. ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ദിവസവും ഓപ്പൺ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ മാത്രമാണ് കേട്ടോ ഓപ്പൺ ആയിട്ടുള്ളത്. അതിൽ കയറാൻ പേടിയ അഞ്ചുക്ക് റെക്കോയിൽ കയറാൻ പേടിയ ഗൈസ്. അയ്യോ എനിക്ക് പേടി, എനിക്ക് പറ്റത്തില്ലേ. അവരെല്ലാവരും നമ്മൾ കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കിയെങ്കിലും ഞാനും ഇച്ചിരി അതിൽ പെട്ടില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. ഇത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജീവനും കൂടെ മുകളിലോട്ട് പോകുന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയില്ല. ഇവരവിടെ കുറച്ച് ചർച്ചയ്ക്കൊക്കെ ശേഷം അവസാനം അവർ കയറാൻ തീരുമാനിച്ചു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ പോയി കേട്ടോ. ഒഴിക്കാലോ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ. ജേക്കബിന് പേടിയായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. എന്തൊക്കെ തന്നെയാണെങ്കിലും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയവർ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി അവിടെയല്ല ടിക്കറ്റ് എടുക്കുന്നത്, വെളിയിലാണ് ടിക്കറ്റ് എടുക്കുന്നതെന്ന്. അങ്ങനെ അവർ തിരിച്ചു വന്ന് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഒരാൾക്ക് ഏതാണ്ട് 4 പൗണ്ടെങ്ങാണ്ടാണ് ആയത് അതിൽ കയറാൻ വേണ്ടി. അഞ്ജു ആണ് ബ്ലൂ ഡ്രസ്സ് ഇട്ട് ആളുടെ ഹസ്ബൻഡാണ് ആ ഒരു ഏകദേശം മിൻറ്റ് കളറ് ഷർട്ട് ഇട്ടയാൾ. മറ്റേ ആൾ ജേക്കബിൻ്റെ വൈഫാണ് ആ പിങ്ക് കളറിലെ ഡ്രസ്സ് ഇട്ടയാൾ കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ മനസ്സിലായല്ലോ. പിന്നെ റോജാപ്പിനെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ.
എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആണോ അഞ്ചു? എങ്ങനെയുണ്ടായിരുന്നു? മുട്ട എങ്ങനെയുണ്ടായിരുന്നു? ഒരു 10 സെക്കൻഡ് 30 സെക്കൻഡ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് അങ്ങ് തീർന്നു. കുറച്ചുകൂടെ വേണമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ചെക്കപ്പ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെയായാലും കയറി അവർക്ക് സന്തോഷമായി, ഇതൊക്കെ കണ്ടു നിന്ന് നമുക്ക് സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു കാഴ്ച കണ്ടത്. ഈ ഡ്രസ്സ് ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മറ്റെവിടെയില്ല, ഇത് തന്നെയാണല്ലോ ഇച്ച ഇട്ടത്. പ്രൈമാർക്കിൽ നിന്നല്ലേ? അവർ പറഞ്ഞില്ല. എന്തായാലും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തായാലും ആ പുള്ളിയുടെ ഡ്രസ്സ് ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാനത് നോട്ടീസ് ചെയ്തത് കേട്ടോ. അതൊക്കെ കണ്ട് എന്തൊക്കെയായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോടെ ചുമ്മാ ജസ്റ്റ് കാണാൻ വേണ്ടിയൊക്കെ നടന്നു. കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി കേട്ടോ. അങ്ങനെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴും വെള്ളം കയറിയിട്ടില്ല. 6:45 7 മണി ഒരു സമയത്താണ് വെള്ളം അകത്തോട്ട് കയറുന്നതെന്നാണ് പറഞ്ഞത്. എന്ത് തന്നെയാണെങ്കിലും വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊള്ളാം, ഇഷ്ടംപടി ആൾക്കാർ ബീച്ചിലുണ്ടായിരുന്നു കേട്ടോ. സമ്മർ ആയതുകൊണ്ട് തന്നെ ബീച്ച് ഏരിയയിലൊക്കെ ആൾക്കാർ ഭയങ്കര കൂടുതലായിരിക്കും. ഒത്തിരി പേരും വെള്ളം കാണാൻ വേണ്ടി ഉള്ളിലേക്ക് നടന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമുക്ക് വേണം നടന്ന് അകത്തോട്ട് പോവുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്തായാലും ആ സമയത്ത് ആദർശ് പോയി ഐസ്ക്രീം ഒക്കെ മേടിക്കാൻ പോയി. ഇത് ആ ബ്ലൂ കളറിൽ കവർ തൂക്കി പിടിച്ച് പോകുന്നില്ല, അവനാണ് റോജപ്പി കേട്ടോ, റെയർ പീസ്. എന്തായാലും അങ്ങനെ ട്രെയിനൊക്കെ വരുന്ന ഒരു ഇതൊക്കെ കണ്ടു. കുറേ പേരിങ്ങനെ വെള്ളത്തിലൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് 6:45 ആവുന്ന സമയത്ത് ഇതേ ഇങ്ങനൊരു സംഭവം പോകുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെള്ളം കയറി വരുവാണ്, അതൊക്കെ പറയാൻ വേണ്ടി ഉള്ളിലോട്ടൊക്കെ പോയ ആൾക്കാരോട് പറയാൻ വേണ്ടി പോകുന്നതാണ് വിചാരിച്ചത്. എന്തായാലും അതൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളും എന്തായാലും സീ കാണാൻ വന്നതല്ലേ, സീ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തായാലും നടന്നു അതിൻ്റെ അകത്തോട്ട് പോയിട്ടോ. ശരിക്കും ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറി കിടക്കേണ്ടതാണ്. സീയാണ് ഇത് ശരിക്കും, പക്ഷെ നോക്കിയേ ഫുള്ള് മണ്ണും ഒരു കുറച്ച് വെള്ളവും ഒക്കെ. എന്തായാലും ഞങ്ങൾ ഇത് കണ്ടു, ഇവിടെയാണ് ഞങ്ങൾ മുന്നേ ഇരുന്ന സ്ഥലം കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറേ നടന്ന് ഉള്ളിലോട്ട് വന്നു കേട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം കയറേണ്ടതാണ്. എന്തായാലും വെള്ളം കയറിയിട്ടില്ല. ഇത് പോകുന്ന 2 പേരില്ലേ, അവരാണ് ടെസ്സും അഞ്ചും. അവർ നടന്ന് അങ്ങേയറ്റം വരെ എത്തി കേട്ടോ. ഞങ്ങൾ എന്തായാലും പകുതി വരെ പോയുള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കാലയിലൊക്കെ ചിപ്പിയും അതും ഇതൊക്കെ കയറി കാലൊക്കെ മുറിഞ്ഞു. അപ്പം ഞാനും ഇച്ചിങ്ങോട്ട് തിരിച്ചു പോന്നു. അങ്ങനെ സൂപ്പർ ഒരു മഴവിലൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പറ്റി അതും കൂടുതൽ പറയാത്ത നല്ലത്, പൊട്ട ഫുഡായിരുന്നു.